ഹായ് ഗൈസ്, വെൽക്കം ടു മേധ അൺഫിൽറ്റേഡ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് ഗ്ലൂയിങ്, നമ്മളെ എന്തായാലും പറയാ ഫേസ് പാക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ അംബിക കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ എം ഗോണ ഡിസ്ക്ലോസ്. വെരി സിമ്പിൾ ബേസിക് ഇൻഗ്രീഡിയൻസ് എല്ലാം വീട്ടിൽ കിട്ടുന്നതാണ്. ഉണ്ടാക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും ആൻഡ് വിൽ മിക്സ് ഇറ്റ് അപ്പ് വെരി വെൽ. ആൻഡ് ആദ്യം ഗ്രാം ഫ്ലോർ ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ കോഫി പൗഡർ ആഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇതൊക്കെ നന്നായിട്ട് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ മറ്റേ സാധനം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് മൊത്തം ഒരു ഹോമോജീനസ് മിക്സ്ചറാക്കി എടുക്കുക. ഓക്കെ, എന്നിലെ കെമിസ്ട്രി ഉണരുന്നു. എനിവേ, അപ്പോൾ അതങ്ങനെ ആക്കി എടുത്തതിന് ശേഷം വാട്ട് യു ഡു ഇസ് അത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഞ്ഞിവെള്ളം കുറച്ച് ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ആ പേസ്റ്റ് ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ എടുത്ത് ഓരോ ഏരിയാസ് കവർ ചെയ്യുക. ഭൂതത്തിനെ പോലെ ഉണ്ടാവും കാണുമ്പം, എങ്കിലും ഫ്യൂച്ചറിൽ അത് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഭൂതത്തെ പോലെ ഇരിക്കണോ, അത് ജീവിതകാലം മൊത്തം ഭൂതത്തിനെ പോലെ ഇരിക്കണോ ആലോചിച്ചോളൂ. എനിവേ, ഇത് ഒരു കോംപ്ലക്ഷൻ ലൈറ്റനിങ് ഫേസ് പാക്ക് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ ഉള്ള സ്കിൻ കളറ് ഒന്നും കൂടെ ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്, ഒരു ഹൈഡ്രേഷൻ ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വാരിത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തേച്ച് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിൽ തേക്കാം, ചുണ്ടിൻ്റെ മേലെ, താഴെ. ഇതൊക്കെ ശരിക്കും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ എന്ത് മുഖത്ത് തേക്കുന്നുണ്ടെങ്കിലും അത് കഴുത്തിലും തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ സാധനം കഴുത്തിൽ കൂടെ തേക്കാൻ. എപ്പോഴും ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുക, വീട്ടുകാർക്കൊക്കെ കൊടുക്കുക, അവരെയും കൂടെ സുന്ദരന്മാരാക്കുക, സുന്ദരന്മാരും സുന്ദരികളും ആക്കുക. ആൻഡ് ഇത് ടാനിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ സാധനം. പിന്നെ ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ ഒരു ഫേസ് പാക്ക് ഉണ്ട്. ഫേസ് പാക്ക് അല്ല, ഒരു ഫേസ് പാക്ക് എന്ന് വിളിക്കാം. ഫേസ് പാക്ക് ഉണ്ട്. അത് വേണ്ടവർ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് സമയമായി. നല്ലോണം ഡ്രൈ ആയിട്ട് ഇതിങ്ങനെ പറ്റും. ഈ ഭാഗത്ത് ഡ്രൈ ആയിട്ടില്ല, കാരണം ഞാൻ വേർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഡ്രൈ കണ്ടോ. ഇനി നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ കയ്യിലെടുക്കുക. അത് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചല്ല നിലത്താവും. അപ്പോൾ ഞാൻ തന്നെ വൃത്തിയാക്കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് കുറച്ച് മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും കൂടെ കൂട്ടിയിട്ട് കുറച്ച് സെറ്റായിട്ട് അങ്ങനെ കണ്ടോ. ഇതിപ്പോൾ കുറച്ച് അത്ര കട്ടിയില്ലാണ്ടായി, കുറച്ചുകൂടെ കളർ ലൈറ്റനായി. നന്നായിട്ട് ഒന്നും കൂടെ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു 5 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഡ് സെൽസ് അതൊക്കെ പോവും. സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റൻ അപ്പ് ആവും. ജസ്റ്റ് ഒരു ടവൽ എടുക്കുക. ഈ ടവൽ വേണമെങ്കിൽ നിലയിൽ മടക്കാം. എന്നിട്ട് ഈ ടവൽ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യാം. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും വൈപ്പ് ഓഫ് ചെയ്തെടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും സ്കിന്നിലെ വ്യത്യാസം. ഒന്നുകൂടെ പ്ലംപിയറായി, കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയി. കണ്ടോ, ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. വെയിലടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ ആയിട്ട് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് ആൻഡ് പ്ലംപിയർ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ച് ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, എല്ലാം ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ്. നല്ല വ്യത്യാസമില്ലേ നേരത്തേനേക്കാളും? നേരത്തെ ചളി പിടിച്ച പോലത്തെ മുഖമായിരുന്നു, ഇപ്പം ചളിയൊക്കെ പോയ പോലെ ഉണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം എടുക്കുക, എന്നിട്ട് എഗെയിൻ അപ്ലൈ ഇറ്റ് ഓൺ യുവർ ഫേസ് ആൻഡ് ലീവ് ഇറ്റ് ആസ് സച്ച് ഫോർ എ വൈൽ. എന്നിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ ഇനി മുഖം കഴുകിയാൽ മതി. ഐ ഹോപ്പ് ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയും. ഫസ്റ്റ് ട്രയൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് അല്ലെങ്കിൽ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ if it is working for you, and if it's not working for you also, just let me know. കാരണം എനിക്കറിയാലോ ആർക്കൊക്കെ വർക്ക് ചെയ്യുക, ആർക്കൊക്കെ വർക്ക് ചെയ്യില്ല, എന്തൊക്കെ ടൈപ്പ് സ്കിന്നിന് വർക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ.
ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. പിന്നെ മറക്കണ്ട, മറ്റേ ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ സാധനമാണെങ്കിൽ എഗെയിൻ കമൻറ്റ് വില. ഓക്കെ ബൈ. ഇനി ഞാൻ ഇതെല്ലാം ഇനി ഇതെല്ലാം ഞാൻ കഴുകിക്കളഞ്ഞ് പോയിട്ട് കുളിക്കട്ടെ. ഓക്കെ ബൈ.